കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വിഷയം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ കുന്നംകുളം അഞ്ഞൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് നാസർക്ക് വിളിച്ച് പറഞ്ഞു അഞ്ഞൂരുള്ള ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ വെക്കുന്നത്. ഈ കുടുംബം എന്ന് നമുക്ക് ആ വിഷയത്തിന് ഒരു പേര് കൊടുക്കാം, ഒരു ടോപ്പിക്ക് നമുക്ക് കുടുംബം എന്ന് പറയാം. എന്തായാലും ഒരു വീഡിയോ അവസാനിക്കുന്നില്ല കേട്ടോ, 2-3 പാർട്ടായിട്ട് നമുക്ക് ആ വിഷയം സംസാരിക്കേണ്ടി വരും. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചധികം പറഞ്ഞു നിർത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോഴാണ് കുടുംബത്ത് സന്തോഷം, ആ കളികൾ ചിരികളും ഒക്കെ വരുള്ളൂ. അതിനെന്ത് വേണം? കൂടുമ്പോൾ ഇമ്പം വേണം. ഇന്ന് കൂടുമ്പോൾ എന്തുണ്ടാവുന്നില്ല? ഇമ്പം ഉണ്ടാവുന്നില്ല. ഇവിടെയാണ് കുടുംബ ബന്ധങ്ങൾ നശിച്ചു പോകുന്നത്. നമ്മുടെ അഞ്ഞൂരുണ്ടായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചില സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ വീട്ടിൽ നമ്മൾ പോവുകയാണ്. പോയപ്പോൾ 16 വർഷമായിട്ട് അച്ഛനമ്മയും 2 വീടുകളിലാണ് താമസിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള, സമ്പത്തുള്ള, നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ്. ഇവർക്ക് 4 മക്കളാണ്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. പെൺകുട്ടികളൊക്കെ ഇവർ പ്രായമായിട്ടുള്ള ആളുകൾ കേട്ടോ. ഇപ്പോൾ പ്രായമായി, എനിക്ക് തോന്നുന്ന ഒരു 62ഉം 67 വയസ്സുള്ള നിലയിലാണ് എനിക്ക് തോന്നിയത് അവരെ കണ്ടപ്പോൾ. അപ്പോൾ 67 വയസ്സുള്ള അച്ഛനും 62 വയസ്സുള്ള അമ്മയും 16 വർഷമായിട്ട് 2 വീടുകളിലാണ് താമസിക്കുന്നത്. ഇവർ തെറ്റിപ്പിരിഞ്ഞ് പോയതല്ല കേട്ടോ. ഒരു മകന്റെ വീട്ടിലാണ് അച്ഛൻ താമസിക്കുന്നത്, അമ്മ താമസിക്കുന്നത് മറ്റൊരു മകന്റെ വീട്ടിലാണ്. 2 പേരും സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു പ്രയാസവും ബുദ്ധിമുട്ടോ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ പ്രിയ മക്കളോടാണ് എൻ്റെ ചോദ്യം. എന്തെന്നാൽ ഇവിടെ ആരാണ് ഇവരുടെ സന്തോഷത്തിന് ഇത്ര സമയമുള്ളൂ എന്നുള്ള ഒരു വരമ്പ് നിശ്ചയിച്ചത്? 16 വർഷം മുമ്പേ ഇവരുടെ സന്തോഷങ്ങളും കളികളും ചിരികളും എല്ലാം അവസാനിച്ചു എന്ന് ഈ മക്കൾക്ക് എപ്പോഴാണ് തോന്നിയത്? ഈ മക്കള് ഈ അച്ഛനോടും അമ്മയോടും ഒന്ന് സന്തോഷത്തില്, എനിക്ക് ചിരി വരികയാണ്, സന്തോഷത്തില് സമാധാനത്തിൽ ഇവരോടൊന്നൊരു 10 മിനിറ്റ് സംസാരിച്ചു നോക്കട്ടെ. അപ്പോൾ അറിയാം അവരുടെ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ. ഇവരുടെ ഒരു ഏകദേശം 48 വയസ്സ് വരെ അല്ലെങ്കിൽ 47 വയസ്സ് വരെയൊക്കെ ഈ സ്ത്രീ ഇവരുടെ ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. വേറെ മകൻ വീട് വെച്ച് പോകുമ്പോൾ അമ്മയെ കൊണ്ടുപോകുന്നു. പകല് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ധ്രുവങ്ങളിലാണ് ഈ ആരോഗ്യമുള്ള സമയത്ത് പോലും ഇവർ ജീവിച്ചു പോയിട്ടുള്ളത്. കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്തത്. നല്ല ആരോഗ്യമുള്ള സമയത്താണ് ഇവർ സെപ്പറേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇമ്പമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ സന്തോഷം അവിടെ ഉണ്ടായിട്ടില്ല. ഈ മക്കളൊക്കെ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാല്, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അവരുടെ സന്തോഷങ്ങളൊക്കെ അവിടെ യൗവനത്തിലെയും ആ ഒരു ദാമ്പത്യ ജീവിതത്തിലെയും സന്തോഷങ്ങളും സമാധാനങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ കുട്ടികളെ ഇവർ വളർത്തിയിട്ടുണ്ടാവുക. കുട്ടികൾ വളർന്നു വലുതപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു കാണും. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവരെ 2ആക്കി കളയുകയാണ് ചെയ്തത്. എന്തായാലും ഇനി നമ്മുടെ ഭാഗങ്ങളിലൊന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ മക്കളും ശ്രദ്ധിക്കുക എന്ന് പറയുള്ളൂ. അവിടെ കണ്ട കൂടുതൽ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം ആ വീടുമായിട്ട് ഒരു വിഷയം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം അത് അതിനെ ബാധിക്കുന്നതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിർത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയ രക്ഷിതാക്കളോട്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഭാര്യയെ നഷ്ടപ്പെടുത്തരുത്. ആരും ആർക്ക് പകരമാവുകയില്ല കേട്ടാ. നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു കിട്ടുകയുമില്ല. ഇത് ഒന്ന് എൻ്റെ എല്ലാ രക്ഷിതാക്കളും ഓർത്തു വെക്കുക. ഈ രക്ഷിതാക്കളൊക്കെ അവർ പറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചിറകുകളുണ്ടല്ലോ, അത് വിടർത്തി കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാ? ആ മക്കൾക്ക് വേണ്ടിയിട്ടാ. ആ മക്കള് ചിറകുകൾ വിടർത്തി പറക്കാനാകുമ്പോൾ ഈ വിടർത്തി കൊടുത്ത ചിറകുകൾ തന്നെ
കൊത്തി അരിയപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ആ കൊത്തി അരിയാനുള്ള അവസരം അവർക്ക് മുന്നിൽ നിന്ന് കൊടുക്കരുത് കേട്ടാ. എത്ര തോറ്റാലും നീ ജയിക്കുമെന്ന് പറയുന്ന മോട്ടിവേഷന്റെ പേരാണ് അമ്മ എന്ന് ഈ കുട്ടികളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഭാര്യ രക്തബന്ധമല്ല, പക്ഷെ എല്ലാ രക്തബന്ധങ്ങളും തുടരുന്നത് ഭാര്യയിൽ നിന്നാണ് എന്ന് ഈ മക്കളുടെ ഭാര്യമാര് ഈ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിന്റെ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.